സമീപകാലത്ത് മലയാള സിനിമയിൽ കണ്ടു വിസ്മയിച്ചു പോയ അതിഗംഭീരമായിട്ടുള്ളൊരു നായിക നടിയുടെ പെർഫോമൻസ് എടുത്തു പറയാം. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിലേതാണ്. ആ സിനിമയിലെ നായികയായ റാണിയ റാണ നമ്മളോടൊപ്പം ഉണ്ട്. റാണിയ നമസ്കാരം. സിനിമ കണ്ടപ്പോൾ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നായികയായിട്ടൊന്നൊരു പുതിയ കുട്ടി ശരിക്കും വിസ്മയിപ്പിച്ചു. ആദ്യം തന്നെ അതിനൊരു അഭിനന്ദനം തന്നെ. കാരണം ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഫ്ലക്ച്വേഷൻസ്, എൻ്റെ പെർഫോമൻസിലുള്ള വേരിയേഷൻസ്, അപ്പ് ആൻഡ് ഡൗൺസ്, അതെല്ലാം കൃത്യമായ മീറ്ററിൽ അറിഞ്ഞ് അവതരിപ്പിക്കാൻ ആദ്യ സിനിമയിൽ പറ്റി എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? ഞാൻ അത് ഭയങ്കര സന്തോഷം. ആക്ച്വലി ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയത് തന്നെ നമുക്കൊരു പെർഫോമർ അല്ലെങ്കിൽ ആക്ട് ചെയ്ത് എന്തെങ്കിലും പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരാൾക്ക് this is the best gift ever we can get from the universe. So I feel truly blessed. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ബിക്കോസ് എവറി ഇമോഷൻസ് അപ്പാർട്ട് ഫ്രം ഞാൻ പെർഫോമൻസ് സൈഡാണ് പറയണത്, എല്ലാ ഇമോഷൻസിനും ഈ പടത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. വിഷമിപ്പിക്കുന്നുണ്ട്, ദേഷ്യം തോന്നിപ്പിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. സോ ഒരു പെർഫോമൻസ് വൈസ് ഐ എം ട്രൂലി ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അതിനോട് ഒരു ആർട്ടിസ്റ്റ് ഇൻബോൺ ആയിട്ടുള്ള ജന്മസിദ്ധമായിട്ടുള്ള അയാളുടെ കഴിവിലൂടെ നിരീക്ഷണത്തിലൂടെ ചേർത്ത് വെക്കുന്നുണ്ട് പലതും. അങ്ങനെയാണ് ഒരു പെർഫോമൻസ് പൂർണ്ണമാവുന്നത്. ഇതിലെനിക്ക് തോന്നുന്നു റാണിയയ്ക്ക് ചെറുപ്പം മുതലേയുള്ള നൃത്തം എന്ന കലയിൽ കിട്ടിയിട്ടുള്ള ഒരു അനുഭവ പരിചയം, ഒപ്പം ആർട്ടിസ്റ്റ് എന്നതിൽ പല കാര്യങ്ങളിൽ പെർഫോം ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടോ ആ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കണത് എനിക്ക് രണ്ട് പ്രൊഫഷൻ, ഇപ്പോൾ ഡാൻസ് ആയിക്കോട്ടെ, സിനിമ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ സിനിമയിൽ എനിക്ക് ഡാൻസിന്റെ ഒരു കൊലാബറേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര എനർജിയാണ് ഈ കഥാപാത്രം. അപ്പൊ ഭയങ്കര ഹൈപ്പറാണ്. അപ്പൊ നമുക്ക് എൻറ്റയർ പടവും ആ എനർജി ഹോൾഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് വി ഹാവ് ടു ആഡ് സംതിങ് അബൌവ് ദിസ് ആക്ടിങ് തോന്നുന്നു. അപ്പൊ അത് ഡാൻസിന്റെ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ബിക്കോസ് ഈ ഫുൾ പടം നിങ്ങൾ ചിഞ്ചു റാണി എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് ഫീവർ റാണി എന്ന് വിളിക്കാം. ഫുൾ പടം ഞാൻ പനി പിടിച്ചാണ് ചെയ്തത്. എനിക്കവിടെ രണ്ട് സീക്വൻസും ആ ഒരു സോങ് ഷൂട്ട് മാത്രമേ ഞാൻ ഫീവർ ഇല്ലാതെ നോർമലായിട്ട് ഇരുന്നിട്ടുള്ളൂ, റിലാക്സ്ഡ് ആയിട്ട് ചെയ്തുള്ളൂ. ബാക്കി എൻറ്റയർ പടവും ഫീവർ ആയിരുന്നു. എല്ലാ ദിവസവും 9:30 വരെ ഷൂട്ട്, 9:30 വരെ പോകും. അത് കഴിഞ്ഞാൽ പോയി 12:30 വരെ ട്രിപ്സ് ഇട്ട് നെക്സ്റ്റ് ഡേ 5 ഇങ്ങനെ. എനിക്ക് ഇപ്പോഴും ഐ ഹാവ് നോ ഐഡിയ ഹൗ ഐ കംപ്ലീറ്റഡ് ദിസ് പ്രോജക്റ്റ്. അല്ല, ഈ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ടല്ലോ, അതത്രയും ഫിസിക്കലി ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര എഫേർട്ട് ആയിരുന്നു. എനിക്ക് അത് ഞാൻ നോർമലി നമ്മൾ പെർഫോം ചെയ്യുന്നതിനേക്കാളും ഡാൻസിനോ എന്തിനോ പെർഫോം ചെയ്യുമ്പോൾ അതിനേക്കാളും എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ. എനിക്കിപ്പോഴും അറിയില്ല എനർജി എവിടെ നിന്നാണ്. ഞാൻ ഡാൻസ് കാണുന്ന സമയത്ത് ഇത് ഞാൻ തന്നെയല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം ഹ്യൂമറൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കുട്ടി ആണ് പുതിയ നായിക. എന്നതിൽ പെർഫോമൻസ് കണ്ട് ഒരു സോങ് സീക്വൻസിൽ എത്തിയപ്പോൾ നിങ്ങൾ ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുന്നുണ്ട്, 2 കാലൊക്കെ ഇങ്ങനെ നീട്ടി സ്ട്രൈറ്റ് ആയിട്ട്. ഇത് ആ മൊമെന്റിൽ ഞാൻ ആലോചിച്ചത് കൊള്ളാമല്ലോ, ഈ കുട്ടി ഡാൻസിൻ്റെ നല്ല പരിചയമുള്ള ഒരാൾ. പിന്നെ ഒരു നർത്തകി ലക്ഷണം നമുക്കൊരാൾ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നീട് അങ്ങോട്ട് ഹ്യൂമർ, ചിലപ്പോൾ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ ഈ ക്യാരക്ടറിൽ പ്രണയമുണ്ട്, പ്രതികാരമുണ്ട്, നൊമ്പരമുണ്ട്, നിഷ്കളങ്കതയുണ്ട്, അല്ലേ, അവരുടെ ചില മത്സരബുദ്ധിയുണ്ട്. ഈ മിക്സപ്പ് ഓഫ് ഇമോഷൻസിനെ ശരിക്കും നിങ്ങൾ സിനിമയ്ക്ക് കുറേ നാൾ മുമ്പ് എന്തെങ്കിലും വർക്ക്ഷോപ്പിലൂടെയോ അല്ലെങ്കിൽ ഡിസ്കഷൻസിലൂടെയോ വലിയ പ്രാക്ടീസിലൂടെയോ ഡെവലപ്പ് ചെയ്തതാണോ, അതോ ഓൺ സ്പോട്ട് മനോധർമ്മം പോലെ ചെയ്യുന്നതാണോ? എല്ലാം അതായത് പ്രിപ്പറേഷൻ വർക്ക്ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ടീമായിട്ടൊരു ഇന്ററാക്ഷൻ വരാൻ വേണ്ടിയിട്ട് പടം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുൻപേ ഞാൻ വന്ന് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കുറെ ടാസ്ക് ഒക്കെ തന്ന് കുറച്ച് ഫ്ലെക്സിബിൾ ആകും. ബിക്കോസ് ഞാൻ കുറച്ച് റിസർവ്ഡ് ആണ് ജനറലി. അഭിനയാണ്, ടോക്കറ്റീവ് ആണ്. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട പൊതുവെ പീപ്പിൾ പേഴ്സൺ. എനിക്ക് ആൾക്കാരോടൊക്കെ, ഞാൻ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ ഇങ്ങനെ 5 സെക്കൻഡ്സിൽ വേണ്ടി ഭയങ്കര ഇന്ററാക്റ്റീവ്. ജനറലി ഞാൻ അങ്ങനെയാണ്, പക്ഷെ എക്സ്ട്രോവേർട്ട് അല്ല, ഹൈപ്പർ ആക്റ്റീവും അല്ല. ഞാൻ റിസർവ്ഡ് ആണ്. എനിക്ക് കുറച്ചിങ്ങനെ ആലോചിക്കുകയോ അങ്ങോട്ട് പോകണോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെ വളരെ ആലോചിച്ച് അങ്ങനെയാണ് നാച്ചുറൽ. അപ്പൊ ഇത് അവർക്ക് ടീമിൽ മനസ്സിലായപ്പം ദേ തോട്ട് ലൈക്ക് ബിഫോർ വന്ന് ഒരു ഇന്ററാക്ഷൻ നടത്തിയില്ലെങ്കിൽ സെറ്റിൽ വരുമ്പം പണിയാകും എന്ന് തോന്നിയിട്ട് കുറച്ച് ഇന്ററാക്ഷനും കുറെ ടാസ്ക് ഒക്കെ തന്നിട്ട് എന്നെ ഒന്ന് ഫുൾ ബ്രേക്ക് ചെയ്തു. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് പുറമെ ഷാരിസ് ചേട്ടൻ ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് അതൊരു ജനറലി ഞാൻ എങ്ങനെ ഒരു ക്യാരക്ടറാണോ, എന്നെ എങ്ങനെ എടുത്താൽ
ഇത് കറക്റ്റ് പുറത്തേക്ക് ഔട്ട് വരുമെന്ന് തോന്നിയിട്ട് ഇതിനൊരു ചൈൽഡ് ലൈക്ക് എനർജി ഉണ്ടല്ലോ ക്യാരക്ടർ, കുട്ടിത്തം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ജനറലി അതുണ്ട്, കുട്ടിത്തം ഉണ്ട് കുറച്ച്. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, യു ഹാവ് ടു ട്രാവൽ ബാക്ക്. നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ പുറകിലേക്ക് പോകണം. നീ ട്രാവൽ ചെയ്ത് നീ പഠിച്ച സ്കൂള്, നിനക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞിന് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ പോയി ചെയ്തിട്ട് നിനക്ക് എങ്ങനെ അതൊക്കെ ഓർത്തെടുത്ത് നീ ആ എനർജി പഴയത് തിരിച്ചു പിടിക്കണം പറഞ്ഞു. ഒന്ന് നീ ഫ്യൂച്ചർ ഒന്നും ആലോചിക്കേണ്ട, പടം ഒന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് 1 month എന്നോട് ട്രാവൽ ബാക്ക് ചെയ്യാൻ പറഞ്ഞു. പലപ്പോഴും നായകന്മാർക്ക് ഗംഭീരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലോ, നായകന്മാർക്ക് അത്രയും ഉണ്ടാവണമെന്നില്ല പലപ്പോഴും. നിങ്ങൾക്ക് ഇതിലൊരു ഗംഭീരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? കണ്ട പ്രേക്ഷകരിൽ നിന്ന്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഫാമിലി, അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഞാൻ ഒരുപാട് വർഷം വെയിറ്റ് ചെയ്ത് വളരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് ആരുടെയും ഓപ്പർച്യൂണിറ്റീസ് അടിച്ച് മാറ്റി എങ്ങനെയും വരണം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. വളരെ പേഷ്യൻസോടെ ഐ ട്രസ്റ്റഡ് ദിസ് യൂണിവേഴ്സ് സ്ട്രോങ്ലി ആൻഡ് നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ നമ്മൾ ജോലിനെ കണ്ടു കഴിഞ്ഞാൽ എന്നേലും എനിക്ക് വരും എന്നുള്ളൊരു സ്ട്രോങ് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ജേർണിയിൽ ഒരു വർഷം 2 വർഷം ഒന്നുമല്ല, എനിക്ക് കൊണ്ട് എൻ്റെ 4 വയസ്സിന് ഒരു 20-20 കൂടുതൽ വർഷം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓണസ്റ്റ്ലി അത്രയും വർഷം വെയിറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ ഈ ട്രാവൽ, ഈ ഒരു ജേർണിയിൽ 20 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10 വർഷം 15 വർഷമുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ച് ഭയങ്കര കരച്ചിലാണ്. എന്നെക്കാളും അവരാണ് കരച്ചില്. അവർക്ക് ലൈക്ക് ഫീൽ ഓഫ് ലൈക്ക് ഫൈനലി യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അവർ എല്ലാവരും, എൻ്റെ കൂടെയുള്ള എല്ലാവരും ഇമോഷണലാണ്, എന്നെക്കാൾ ഇമോഷണലാണ്. അത് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ഇമോഷണലായി പോകും. അല്ലല്ല, ഇതില് പ്രേക്ഷകരെ ഇമോഷണൽ ആക്കുന്ന ചില സീനുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം സിദ്ദിഖ് സാറ് പറയുന്നുണ്ട്, മോളെ ഞങ്ങളെയൊക്കെ ഫുള്ളാക്കിക്കോ, പക്ഷെ നീ കർത്താവിനെ ഫുള്ളാക്കരുത്. അത് അത്രയും നേരം നിങ്ങളോടൊപ്പം കളിച്ച് ചിരിച്ചിരിക്കുകയായിരുന്നു ബിന്ദു പണിക്കരും സിദ്ദിഖും, അവരെല്ലാവരും ഒരർത്ഥത്തിൽ ദിലീപേട്ടൻ്റെ ക്യാരക്ടറോട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ആ ഒരു പോയിന്റിൽ ചിലപ്പോൾ വഴക്കടിക്കുകയോ തല്ലുകയോ ഒച്ച വയ്ക്കുകയോ ചെയ്യുന്നതിനേക്കാൾ പവറാണ് ആ ഒരു ഡയലോഗിന്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് പ്രേക്ഷകരെയും അല്ലെങ്കിൽ അവിടെ ഉള്ള കഥാപാത്രങ്ങളെയും എത്തിക്കുന്ന വിധത്തിലുള്ള റാണി അവതരിപ്പിച്ചിരിക്കുന്ന ആ ചിഞ്ചു റാണിയുടെ ക്യാരക്ടറിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, റൈറ്ററിനോട് ഉറപ്പായിട്ട് ഒരു നന്ദി പറയേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ ഇൻ ബിറ്റ്വീൻ ചോദിച്ചു, ബിക്കോസ് ഇതിലുള്ള ഡയലോഗ്സ് ഒക്കെ 2-3 പേജ്, എനിക്ക് ഓഡിഷന് വരുമ്പോഴേ 2-3 പേജിലാണ് ഡയലോഗ് തന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പഠിക്കും, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി പെട്ടെന്ന് പഠിച്ചപ്പോൾ ഹി വാസ് വെരി ഇംപ്രസ്ഡ്. അതിൽ സെറ്റിൽ വന്നപ്പം എല്ലാ ഡയലോഗ്സും 5 മിനിറ്റ് പഠിച്ചത് കേട്ടോ. അപ്പൊ എനിക്ക് അപ്പൊ ക്ലിയർ ചെയ്തിട്ട് ദിലീപേട്ടൻ പറയും നമുക്ക് ഇങ്ങനെയും കൂടെ ചേർത്താം. അയ്യോ ഞാൻ പുതിയതാണ്, ഇവര് പുതിയതായി ചേർത്ത് പേപ്പറൊക്കെ എന്റെ ഡയലോഗ്സ് മൊത്തം എത്ര ഉണ്ടാവും. അപ്പൊ ഞാൻ ലാസ്റ്റ് ചേട്ടാ എന്തിനാ എനിക്ക് മാത്രം ഇത്ര എഴുതി. പക്ഷെ ഇപ്പൊ ഐ എം ജസ്റ്റ് താങ്ക്ഫുൾ കേട്ടോ, ബിക്കോസ് പിന്നീട് എനിക്ക് മനസ്സിലായത് ഇത് എത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സിനിമ 2 മണിക്കൂറിലധികം അല്ലെങ്കിൽ 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രാധാന്യം, നിങ്ങൾക്കൊരു പ്രോമിനൻസി കിട്ടുന്നതിൽ ആ സംഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദിലീപേട്ടന്റെ സിനിമകളിലൂടെ എത്രയോ പുതിയ നായകന്മാർ വരികയും പിന്നീട് ഒരു വളരെ പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ട്. അതേ സിനിമകളിൽ തന്നെ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്, ഹിറ്റ് സോങ്സ്. പലപ്പോഴും സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപും പിന്നീടും പാട്ടുകളിലൂടെയാണ് വീട്ടിലിരുന്ന് ചാനലിലും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട ആളുകൾ ഒരു ആർട്ടിസ്റ്റിനെ പുതുതായിട്ട് തിരിച്ചറിയുന്നത്. ഈ സിനിമയിൽ അത്തരത്തിൽ പാട്ടുകൾ അപ്പിയർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു അനുഭവം കൂടെ ഒന്ന് പറയാമോ? ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ്. നല്ല അടിപൊളി പാട്ട് കിട്ടുന്നതിന് പുറമെ എന്റെ പേര് റാണിയാന്നാണ്. എന്നെ കാണുന്നതിന് 1 വർഷം മുൻപ് തന്നെ ഷാരിസ് ചേട്ടന്റെ കൈ കൊണ്ട് ചിഞ്ചു റാണി എന്ന് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇത് എന്നെ കണ്ട ശേഷം ഇട്ട പേരല്ല, സത്യമായിട്ടും എന്നെ കണ്ട ശേഷം ഇട്ടല്ല. എന്നെ കാണുന്നതിന് 1 വർഷം മുൻപേ കഥാപാത്രത്തിന്റെ പേരിട്ടിട്ടുണ്ട്. അതേപോലെ ഇതിലെ പാട്ട് റാണി മേരി റാണി. സോ ആദ്യ പടത്തിൽ തന്നെ സ്വന്തം പേരിൽ പാട്ട്. പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്ന് പറയുമ്പോ പ്രിൻസസ് നിമിത്തമായി ഇതെന്തോ ഇതോട് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കുറിച്ചിട്ടുണ്ടാവണം. ഈ ദിവസം അല്ലെങ്കിൽ ഈ സമയം ഈ ഒരു പ്രൊജക്റ്റിൽ വന്ന് പങ്കുചേർന്നു. ഞാൻ അത് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. വേറൊരാളുടെ പെർസ്പെക്ടീവിൽ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് എടുക്കാം, അത് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ പെർസ്പെക്ടീവിൽ ദിസ് ഈസ് ഫ്രം ദ ഗിഫ്റ്റ് ഫ്രം ദ യൂണിവേഴ്സ്, അങ്ങനെ പറയാനാണ് ഇഷ്ടം. ഇനി ഇതര കഥാപാത്രങ്ങളെ കുറിച്ചുകൂടെ പറയാം. മഞ്ജു പിള്ളയുടെ പെർഫോമൻസ് ഗംഭീരമാണ്. ഇതിന് മുൻപ് ദിലീപേട്ടന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, മീനാക്ഷി അവതരിപ്പിച്ചിരുന്ന ആ ക്യാരക്ടർ, അവരുടെ അമ്മയുടെ കഥാപാത്രം, കുറെ ഫീമെയിൽ ക്യാരക്ടർ ഇതിലുണ്ട് മൊത്തത്തിൽ. പിന്നെ ബിന്ദു പണിക്കരുടെ പെർഫോമൻസ്, സിദ്ദിഖ് സാറ്, ഓരോരുത്തരും, ധ്യാനുണ്ട്. അപ്പോൾ ഒരു പക്ഷെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ താരസമ്പന്നമായ ഒരു ചിത്രം കണ്ടൊരു അനുഭവം പ്രേക്ഷകർക്ക് ലഭിക്കും. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തതിൻ്റെയും അവരുടെയൊക്കെ പെർഫോമൻസ് സ്ക്രീനിൽ കണ്ടതിൻ്റെയും
ഒരു അനുഭവം എങ്ങനെയാണ് പറയാം? കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഞാൻ ഇവരുടെ മുന്നിലാണ് ഈ ദേഷ്യപ്പെടുന്നതും ചിരിക്കുന്നതും ഇതൊക്കെ കാണിക്കുമ്പം എന്നെ സംബന്ധിച്ച് ഇവർ ഇത്രയും ലെജൻഡ് ആക്ടേഴ്സ് ഫ്രണ്ടിൽ നിൽക്കണു. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എവറി ഷോട്ടിലേക്ക് ഞാൻ കേൾക്കുമ്പോൾ ഇതിലൊരു സീനിൽ ഫസ്റ്റ് ടൈം ബിന്ദു ചേച്ചിയോട് അഭിനയിക്കുകയാണ്. ബിന്ദു ചേച്ചിന്റെ അഭിനയം കണ്ടിട്ട് ഞാനൊന്നും ചെയ്യില്ല റിയാക്ഷൻ. അയ്യോ ഞാൻ എന്താ ചെയ്യാ ഈ സാധനമാണ്. ബിക്കോസ് ഞാൻ ചേച്ചിന്റെ അഭിനയം കണ്ട് ഷോക്കായി പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് ശാരിച്ചായിട്ട് വന്നു, നീ റിലാക്സ് ആവുക, ഒന്നും കുഴപ്പമില്ല, നന്നായി ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ പോവാ. ലിറ്ററലി ഞാൻ സിദ്ദിഖ് സാർ ആയിക്കോട്ടെ, ചേട്ടൻ പറഞ്ഞില്ല ആ ഡയലോഗ് പറഞ്ഞില്ലേ കണ്ണെന്ന് പറഞ്ഞു, ആ ഒരു പറയുമ്പോൾ പോലും സാർ ഒറ്റ സെക്കൻഡ് ഇങ്ങനെ നോർമലി നിന്ന ആള് കണ്ണിങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കണ്ണ് നിറയാണ്. അത് ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ആ ആക്ടിങ് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹമില്ല ഇത്രയും വലിയ ആക്ടർ ലെജൻഡ് ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. ലൈഫിന്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ വീട്ടിലെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അയൽക്കാര്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകര്, സുഹൃത്തുക്കള്, ഇങ്ങനെയുള്ളൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനൊക്കെ എതിരെ അതിനൊന്നും മനസ്സിലാക്കാതെ അവരുടെ ഒന്നും പെയിൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ നമ്മുടെയൊക്കെ ലൈഫിൽ എന്താണ് എന്നതിനെ വാല്യൂ ചെയ്യാതെ തന്നിഷ്ടത്തോടു കൂടി ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാ യൂത്തിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്, ചിലരെങ്കിലും. അപ്പൊ അവരുടെ വളരെ എക്സെൻട്രിക് ആയിട്ട് അപ്പോൾ കുറച്ച് പണവും പ്രശസ്തിയും കിട്ടുന്നതിന് ഇന്ന കാര്യങ്ങൾ അത് മാത്രം മതി ലൈഫിൽ എന്നുള്ള പൊള്ളയായിട്ടുള്ള ചിന്തയ്ക്കൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ചുട്ട മറുപടിയാണ് ഈ സിനിമ എന്ന് പറയേണ്ടി വരും. അത് ഒരു ചിലർക്കെങ്കിലും അതൊരു തിരിച്ചറിവിനും തിരുത്തലിനും ഒരു പ്രേരണ നൽകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു ചോദ്യം ഈ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ, ഇത് പ്രിൻസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ, ആത്മസുഹൃത്ത് എന്ന് പറയാവുന്ന ഏറ്റവും നിന്നെ അറിയുന്ന ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് പറയുന്ന ഒരാളുണ്ടോ? അതൊരു ചോദ്യമാണ്. അതൊരു 1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്യാരക്ടർ ഒരു പോയിന്റിൽ അത് തിരിച്ചറിയുന്നു, അവർ പിന്നീട് അത് റിയലൈസ് ചെയ്യുമ്പോൾ ആ സമയത്തും റാണിയെ മനോഹരമായിട്ട് ആ ക്യാരക്ടറിന്റെ മൂഡ് ചേഞ്ച് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സിനിമ അത്തരത്തിലൊരു മെസ്സേജ് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് നായിക എന്ന നിലയിൽ തോന്നിയത്? അപ്പൊ എനിക്ക് ഈ കഥാപാത്രം ചെയ്യുമ്പം ഐ എം ട്രൂലി ഭയങ്കര ഹാപ്പി. ബിക്കോസ് സൊസൈറ്റിക്ക് ഈ ഒരു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഇത് ഒരു കോമൺ ആയിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായമാണിത്. എല്ലാവരും മെജോറിറ്റി ഓഫ് ദെയർ എൻഡ് ഓഫ് ദെയർ പോയിന്റ്സ് ഇതെല്ലാവരുടെയും നടക്കുന്നുണ്ട്. എല്ലാവരും ഇതിന് അഗെയിൻസ്റ്റ് ആണ്. അതാണ് ഇതിന്റെ വിജയം. ബിക്കോസ് എല്ലാവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ നെഗറ്റീവ് ചെയ്തിട്ട് ഒരാൾ റീച്ച് മേടിക്കണം? അതെങ്ങനെ മനസ്സിലാവുന്നറിയോ? നമ്മൾ സോഷ്യൽ മീഡിയനെയൊക്കെയാണ് അല്ലെങ്കിൽ യൂട്യൂബിനെയോ ഫേസ്ബുക്കിനെയോ വാട്സപ്പിനെയോ ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ റെപ്രസെന്റ് ആണെന്ന് പറയുന്നെങ്കിലും അതിലുള്ള കുറെ ആൾക്കാർ അവരെ കുറ്റം പറഞ്ഞു എന്നല്ല അവർക്ക് തോന്നുന്നത്. അവര് ഈ സിനിമയെ കുറ്റം പറയുന്നവരുടെ താഴെ വന്നിട്ട് നിങ്ങൾ ഈ ചിത്രത്തെ കുറ്റം പറയണ്ട, അവർ പറഞ്ഞ ശരിയാണെന്നാ പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാവരും തെറ്റുകാരല്ല, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളോ TV മീഡിയസ് ഒന്നും എല്ലാവരും തെറ്റുകാരല്ല. അതിൽ ചിലരുടെ പ്രവണതയെ മെജോറിറ്റി തിരിച്ചു പറയുന്നു, ഈ സിനിമ നൽകുന്ന മെസ്സേജ് ആണ് ശരിയെന്ന്. മെജോറിറ്റി ഓഫ് ദ ഒപ്പീനിയൻ ഇതായത് കൊണ്ടാണ് ഇത് ഇൻസ്റ്റന്റ് സെക്കൻഡിൽ ഇതിങ്ങനെ പടം ഹിറ്റായത്. ആൻഡ് ഓൾ അബോ ഞാൻ ഒരു എടുത്ത് പറയേണ്ട അലീസ് വ്ലോഗ് എന്തോ പറഞ്ഞിട്ട് റീസെന്റ് 2 ദിവസം ഇന്നലെ പ്രസ് മീറ്റിൽ അത് പറഞ്ഞായിരുന്നു. അവര് എടുത്തൊരു വീഡിയോ ആണ് ദിലീപേട്ടന്റെ പടം, ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരച്ചിലായി ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് പറയണത്. ആ വീഡിയോയിൽ അവർ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും നെഗറ്റീവ് വീഡിയോസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ ഒരു അച്ചീവ്മെന്റ് എന്താണ് ഈ പടത്തിന് വേണ്ടത്? ദാറ്റ് ചേഞ്ച് ആക്ച്വലി ഭയങ്കര ഹാപ്പിയായി. അത് കേട്ടപ്പോൾ ഞാനും ഭയങ്കര, നമ്മൾ ഇങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗമായല്ലോ, ആൾക്കാരെ മാറ്റി ചിന്തിപ്പിച്ചല്ലോ. പലരുടെയും പ്രണയബന്ധങ്ങളില് ഒരാൾ നന്നാകുന്നത് വളരെ സന്തോഷിക്കുന്ന കൂടുതൽ ആണും പെണ്ണും ആവാണ്ടോ. ഞാൻ പെൺകുട്ടിയെ മാത്രം കുറ്റം പറയില്ല, ആൺകുട്ടിയെ മാത്രം ശരി എന്ന് പറയില്ല, തിരിച്ചും ഉണ്ടാവാം. ചിലപ്പോൾ തെറ്റ് ആൺകുട്ടിയുടെ ഭാഗത്തും ശരി പെൺകുട്ടിയുടെ ഭാഗത്തും. ഇതിൽ ഒരാളുടെ വളർച്ച ആഗ്രഹിച്ച് കൂടെ മറ്റൊരാൾ നിൽക്കുകയും ആ വളർച്ച കണ്ട് അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ അവർ ആ വളർച്ചയിൽ അഭിരമിച്ചുകൊണ്ട് അവർ പിന്നീട് വേറെ ഒരു പാരലൽ വേൾഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളനുഭവിക്കുന്ന ഒരു സങ്കടമുണ്ട്. എത്ര പറഞ്ഞാലും കൺവിൻസ്ഡ് ആകാതെ അവർ വേറെ പൊങ്ങച്ചത്തിൻ്റെയും പൊള്ളത്തരത്തിൻ്റെ ഒരു ലോകത്തേക്ക് അങ്ങനത്തെ സൗഹൃദങ്ങളും ആ ഒരു മാറ്റം അയാളിൽ ഏൽപ്പിക്കുന്ന വേദന ദിലീപേട്ടൻ അസാമാന്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. തല്ലുകൂടാനോ വഴക്കടിക്കാനോ ഒന്നുമല്ല വരുന്നത്, അത് ഉള്ളിൽ ഒതുക്കുകയാണ്. ആ സീക്വൻസുകളൊക്കെ വളരെ ഒരു പക്ഷെ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ കൃത്യമായിട്ട് ഹൃദ്യമായിട്ട് അനുഭവപ്പെടുന്നതാണ് തോന്നുന്നത് ഈ സീനുകളൊക്കെ. എനിക്ക് പേഴ്സണലി ഞാൻ ദിലീപേട്ടനോട് ലാസ്റ്റ് ഡേ ഷൂട്ടിൽ പറഞ്ഞു, ചേട്ടാ എനിക്ക് പ്രിൻസ് എന്നുള്ള കഥാപാത്രത്തിനോട് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് തന്നെ. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഈസ് ഭയങ്കര നൈവ്, ഭയങ്കര കൈൻഡ്. ഇവളിങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ പോലും നീ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയുമ്പോൾ അത് ചേട്ടനത് ഞാൻ ഇത് ഇന്റർവ്യൂ ആയതുകൊണ്ട് പറയാണ്, ഞാൻ ശരിക്കും പറയണ്ടെന്ന് വിചാരിച്ചാൽ
ആ ഷോട്ട് എടുക്കുന്ന ടൈമിൽ ഞാൻ ശരിക്കും എന്റെ പുറകിലെ ക്യാമറ ഉള്ളത്, ചേട്ടൻ ഫ്രണ്ടിൽ നിന്ന് ഒറ്റ ടേക്കിൽ ചേട്ടൻ ക്ലിയർ ചെയ്തു. ഞാൻ ലിറ്ററലി ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കരയാണ് ഈ ഷോട്ട് കഴിഞ്ഞ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജനറലി ഞാനുള്ള കഥാപാത്രത്തിന് പുറമെ റാണിയ ഇരുന്ന് കരയാണ് അവിടെ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നി. ദാറ്റ് ഈസ് ലൈക്ക് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, ഒരു പെൺകുട്ടിക്ക് ആഗ്രഹമാണ് പ്രിൻസിനെ പോലെ ഒരാൾ വേണം അല്ലേ. അല്ല, ആ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന ആളുടെ മുമ്പിൽ മറ്റൊരാൾ ശരിക്കും തോറ്റുപോകും. അല്ലെങ്കിൽ അവിടെ എല്ലാ ഈഗോയും മാറും. വഴക്കടിച്ചാലല്ല ഈഗോ മാറും. ചിലർ കാണിക്കുന്ന ക്ഷമയുടെ മുമ്പിലാണ് തോറ്റുപോവുക. അതൊക്കെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി സിനിമയ്ക്ക് അപ്പുറത്തുള്ള റാണിയുടെ ലോകം എന്തൊക്കെയാണ് ഒരു ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസസ്, അനുഭവം? ഐ ആം എക്സ്ട്രീം ഓപ്പോസിറ്റ് ടു ചിഞ്ചു റാണി. പക്ഷെ എനിക്ക് ചിഞ്ചു റാണിനെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഞങ്ങൾക്കും ചിഞ്ചു റാണി ലൈക്ക് എന്താ പറയാ, ഞാൻ അത് പറഞ്ഞ എന്റെ ലൈഫിലൊരു ചിഞ്ചു റാണിന്റെ എനർജിയിൽ കഥാപാത്രം അവതരിപ്പിക്കാൻ വേണ്ടി എടുത്ത പ്രിപ്പറേഷൻ ടൈമിൽ എല്ലാം കൊണ്ടും റാണിയ എന്നുള്ള വ്യക്തിന്റെ ലൈഫിൽ ഭയങ്കര ഒരു കളർഫുൾ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി. ഞാൻ കുറച്ച് സീരിയസ് ആണ് പേഴ്സൺ വൈസ്. സത്യത്തിലാണ്. പക്ഷെ അതേ പറയാം, സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട്, എല്ലാവരോടും മിണ്ടും. ആൻഡ് ഓൾ എബോ ഞാൻ എന്നുള്ള പേഴ്സൺ എങ്ങനെയാ ചോദിച്ചാൽ, ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, ടീച്ചറാണ്, പെർഫോമറാണ്. 10-11 വർഷം ഡാൻസിൽ അക്കാഡമിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നു. 20-ൽ കൂടുതൽ വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട്. മൊത്തത്തില് ആ 20-ൽ കൂടുതൽ വർഷം സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അതിന്റെ തന്നെ ഉപരിപഠനങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ 12 വയസ്സായപ്പോൾ കേരള കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. അവിടെ മോഹിനിയാട്ടമായിരുന്നു, സബ്ബായിരുന്നു ഭരതനാട്യം. ദെൻ ലേറ്റർ ഐ ഗെറ്റ് ഇൻ ടു ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി. അവിടെ BA ഭരതനാട്യം ചെയ്തു 3 വർഷം. പിന്നെ സെന്റ് ട്രേസസ് കോളേജ് എറണാകുളത്ത് നിന്ന് MA ഭരതനാട്യം ചെയ്തു. പിന്നെ USA ന്യൂയോർക്കിൽ PhD ചെയ്യാൻ, ക്രിയേറ്റീവ് റിസർച്ച് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയില്ല. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടില്ല, ഞാൻ നേരത്തെ ഒരു ആർട്ടിക്കിളും വായിച്ചിട്ടില്ല. പറഞ്ഞു കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് മാത്രം. അല്ല, അതൊക്കെ നേരത്തെ പറയാതിരുന്നതിന്റെ ഒരു ഫ്രഷ്നെസ്സോ വാല്യൂയോ ഒരു വിജയത്തിന്റെ തുടർച്ചയായിട്ട് പറയുമ്പോൾ വലിപ്പം കൂടും. അതൊരു വലിയ കാര്യം. ഒരുപാട് സന്തോഷം. ഇപ്പൊ കുറെ ആൾക്കാരിൽ എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂട്ടിയെന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നായികയാണ്. തുടർന്നും വലിയ സിനിമകൾ ചെയ്യാൻ, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്നിരിക്കെ ഈ കുട്ടി ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്ര നേരം ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ, സിദ്ദിഖ് സാറ്, മഞ്ജു ചേച്ചി എല്ലാവരും കൂടെ നിന്നിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ മാറി ഒന്നും വേണ്ടിയില്ല. എനിക്ക് എല്ലാ ഇന്റർവ്യൂവിലും ഓരോ സെന്റൻസ് മാത്രം പറഞ്ഞിട്ട് വേഗം കൺക്ലൂഡ് ചെയ്തു. ഐ തിങ്ക് ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ നന്മകളും വിജയങ്ങളും ഉണ്ടാവട്ടെ. വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് റാണിയുടെ പെർഫോമൻസും അതുപോലെ പെരുമാറ്റവും രണ്ടും പറയണല്ലോ. എല്ലാ ആശംസകളും. താങ്ക് യു.